കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരളത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും സഹായകമാകുന്ന ഒരു പഠനോപകരണം കുറഞ്ഞ വിലയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇതുപോലെ ഒരു ബോക്സ് എടുക്കുക, ചുറ്റോട്ടും വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് അതിനെ ഈ ഭാഗത്ത് ഒട്ടിക്കതക്കുക. അത് നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തുറക്കാൻ കഴിയണമെങ്കിൽ അത് ഒട്ടിക്കാതെക്കണം. ഇനി അതിൻ്റെ ഈ മുകൾ ഭാഗം മാത്രം ഒന്ന് മുറിച്ചെടുക്കുക. ഇവിടെയാണ് LED അനുബന്ധ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടമുള്ളൊരു പസിൽ ഇതുപോലെ ഒരു വശത്ത് ചോദ്യം മറ്റൊരു വശത്ത് ഉത്തരം എന്ന രീതിയിൽ എഴുതുക. അതിനുശേഷം ചോദ്യത്തിൻ്റെ ഭാഗത്ത് മുള്ളാണി വെക്കുക. ചോദ്യത്തിൻ്റെ ഉത്തരം മറുവിഭാഗത്ത് ഓർഡർ തെറ്റിച്ചെഴുതുക. എന്നിട്ട് ഇവിടെ LED ഫിറ്റ് ചെയ്യണം. LEDയുടെ പോസിറ്റീവ് ലെഗ് ആണിയുടെ ഭാഗത്താകുന്ന വിധത്തിൽ വേണം സെറ്റ് ചെയ്യാൻ. LEDയുടെ നെഗറ്റീവ് ലെഗാണ് ഈ ബെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവും ആണ്. ഈ ബെൻഡ് ചെയ്തത് നമുക്കൊരൊറ്റ കണക്ഷൻ ആക്കാനുള്ളതാണ്. ഇവിടെ ഞാൻ കേരളത്തിലെ ഔദ്യോഗിക ചിഹ്നങ്ങൾ എന്ന വിഷയമാണ് എടുത്തിട്ടുള്ളത്. അവിടെ മൃഗം, ആന, പക്ഷി, മലമുഴക്കി വേമ്പൽ, പുഷ്പം, കണിക്കൊന്ന അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇനി ബെൻഡ് ചെയ്ത എല്ലാ ലെഗും കൂട്ടി കണക്റ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നീളമുള്ള ചെമ്പുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. ബെൻഡ് ചെയ്ത എല്ലാ നെഗറ്റീവ് ലെഗും കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചോദ്യത്തിനനുസരിച്ചുള്ള എണ്ണം വയറെടുത്ത് ബൾബും ആണിയും തമ്മിൽ കണക്റ്റ് ചെയ്യണം. ചോദ്യവും ഉത്തരവും തമ്മിലാണ് കണക്റ്റ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി ബാറ്ററിയാണ് കണക്ട് ചെയ്യാനുള്ളത്. 2 1.5 വോൾട്ടുള്ള ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും സീരീസ് ആയാണ് കണക്ട് ചെയ്യുന്നത്. ബാറ്ററി കേസ് ഉള്ളവർ അത് ഉപയോഗിച്ചാൽ മതി. ബാറ്ററി സീരീസായി കണക്ട് ചെയ്യാൻ ഇതുപോലെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും മറ്റൊരു ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിൽ ബന്ധിപ്പിച്ചാൽ മതി. ഈ ഭാഗത്തായി ഒരു ചെറിയ ഹോൾ ഇടണം. ഇതിലൊരു വയർ എടുക്കാനുള്ളതാണ്. ഈ വയർ എല്ലായിടത്തും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അതിനടിയിലൊരു കെട്ടിടുക. ഇനി മറ്റൊരു വയറെടുത്ത് ഇൻസുലേഷൻ കളയുക. എന്നിട്ട് ബൾബിനെ നെഗറ്റീവ് ലെഗ് കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്ത ആ ഭാഗത്തേക്ക് ഈ വയർ ഫിറ്റ് ചെയ്യുക. ഇതുപോലെ ഈ വെള്ള വയർ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നീല വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുക. ഇനി ബാറ്ററി ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ അനുയോജ്യമായ മറ്റു പശകളും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സർക്യൂട്ടൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. LED നെഗറ്റീവ് ഭാഗം നേരിട്ട് കണക്ട് ചെയ്ത് ഒരു ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. നെഗറ്റീവ് എന്നുള്ള വയറാണ് ആ ബാറ്ററിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ LED പോസിറ്റീവ് ലെഗുമെന്ന് ഓരോ വയർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ചോദ്യം 6 ഉള്ളത് കൊണ്ട് 6 വയറുണ്ട്. അത് ഓരോ ആണിമുക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണും എല്ലാത്തിനും ഒരു കോമൺ പോസിറ്റീവ് വയറായിട്ട് ഒരു വയർ എടുത്തിട്ടുണ്ട്. ആ വയർ ഉള്ളിൽ കൂടെ തിരികിയിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മുട്ടിക്കുമ്പോൾ ലൈറ്റ് കത്തുകയും ചെയ്യാം. അപ്പോൾ അതൊന്ന് നമുക്ക് പരീക്ഷിക്കാം. അങ്ങനെ കത്തുന്നുണ്ട്. ഓരോന്ന് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുഷ്പം എന്ന് പറയുമ്പോൾ അവിടെ കണിക്കൊന്നൊക്കെ കത്തി. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കതൊന്ന് പെട്ടിയിൽ ഉറപ്പിക്കാം. ഈ വെള്ള വയർ എടുത്തത് ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്തു നിന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ്.